ഇപ്പോൾ റാക്കറ്റ് സിനിമ കണ്ടോ? ഷോർട്ട് ഫിലിം എങ്ങനെയുണ്ട്? നമ്മുടെ മുരളീധരൻ സാറിൻ്റെ വർക്കിലേക്ക് എങ്ങനെയാണ് പെട്ടത്? ആണല്ലേ, അഭിനയം കണ്ടപ്പോൾ എന്ത് തോന്നി? ആണല്ലേ, ഓക്കെ. അപ്പോൾ നമ്മുടെ നായകൻ്റെ പേരെന്താണ്? തൻ്റെ ഹസ്ന. മനുദേവ് ഹസ്ന നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, പേരെന്താണ്? അദ്വൈത്. പടം കണ്ടോ? ഷോർട്ട് ഫിലിം റാക്കറ്റ് എങ്ങനെയുണ്ട്? കഥാപാത്രത്തെ പറ്റി പറയാമോ? അപ്പൊ നമ്മുടെ മുരളീധരൻ സാറിന്റെ ഡയറക്ഷൻ ഉണ്ട്, കെ മുരളീധരൻ സാറിന്റെ. പിന്നെ പാട്ട് എങ്ങനെയുണ്ട്? ചന്ദനക്കുറി എന്ന് പറഞ്ഞ പാട്ട് ആണല്ലേ. പിന്നെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ അഭിനയിച്ചത് കൂടുതലും? പേരൊന്ന് പറയാമോ ആരുടെങ്കിലൊക്കെ? പിന്നെ പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ടുള്ള സാർ അഭിനയിച്ചില്ലേ? ആണല്ലേ. അപ്പം താങ്ക് യു. ഹായ് ചേച്ചി, റാക്കറ്റ് എങ്ങനെയുണ്ട്? ആണല്ലേ. എത്ര മിനിറ്റ് ഉണ്ട് ദൈർഘ്യം? ആണല്ലേ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? മറ്റേ ഓരോരോ മനുദേവിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? സ്റ്റോറി വൺ ലൈൻ ഒന്ന് പറയാമോ എന്തെങ്കിലും? ഇത് ഇപ്പൊ കാണാനുള്ള യൂട്യൂബ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? യൂട്യൂബിൽ വരാൻ പോകുമ്പോ എന്താ പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു. റാക്കറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ കെ മുരളീധരൻ സാർ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ ഉണ്ട്. ഒരുപാട് നാളായിട്ട് നമ്മുടെ സാറ് പോലെ പ്രസിഡന്റായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ പ്രചോദനം നൽകി ഈ അഭിനയിക്കാനൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. ഒരുപാട് നമ്മളൊക്കെ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ മനുദേവിന്റെയും അസ്നയുടെയൊക്കെ പെർഫോമൻസ് അസ്നയും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ പോലീസ് വേഷം ചെയ്ത ഒരുപാട്. കഥ എന്താ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഫിലിമിന്റെ? കഥ ഗുണ്ടാസംഘങ്ങളൊക്കെ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. മിസ്സിംഗ് കേസ് അല്ലേ? ഇപ്പൊ ഡയറക്ടറോട് ചോദിക്കാം. ഡയറക്ടർ സാർ വാ. അത് സാറ് പറയട്ടെ. സാറ് എടുക്കണം. അപ്പൊ ആർട്ടിസ്റ്റുകളെ സിനിമയിലേക്ക് കൊണ്ടുവരാനും സീരിയല് ഷോർട്ട് മൂവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സാർ പറയട്ടെ. സാറെന്ന് പറഞ്ഞോട്ടെ. സാറേ പറ. ഞാൻ ആദ്യമായിട്ട് കഥ എഴുതി സംവിധാനം നിർവഹിച്ച ഷോർട്ട് ഫിലിമാണ്. സാറിന് ആരുടെയും നന്ദി പറയാനുണ്ടോ ഈ സമയത്ത്? ഷോർട്ട് ഫിലിം മറ്റേ പ്രിവ്യൂ ആയപ്പോ നന്ദി പറയാനുള്ളത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ബാലച്ചേട്ടൻ. നമ്മുടെ പൂജക്കൊക്കെ വന്നതല്ലേ? ബാലച്ചേട്ടനാണ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ആ സ്റ്റോറി ഞാൻ എടുത്തപ്പോൾ പോലെ അത് കേൾക്കുകയും ഒരുപാട് പ്രോത്സാഹനം തരിക. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്ററിന്റെ ഇനാഗ്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഡയറക്ഷനും അതിൽ നിരവധി കലാകാരന്മാർ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ജില്ലകളിൽ നിന്നുള്ള എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. റാക്കറ്റ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ മുരളീധരൻ സാറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഡയറക്ഷനും ആക്ടിങ് ഒക്കെ? ആ പാട്ട് ഇഷ്ടപ്പെട്ടോ? ചന്ദനക്കുറി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? കാണാനുള്ള യൂട്യൂബ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? യൂട്യൂബിൽ കാണാൻ പോകുന്ന വ്യൂവേഴ്സ്. ഒരുപാട് കലാകാരന്മാര് അണിനിരന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. എല്ലാവരും കലാരംഗത്ത് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന മിടുക്കികളും മിടുക്കന്മാരുമാണ് എല്ലാവരും. ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട് എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകൾ അവർക്ക് കിട്ടട്ടെ എന്ന് സർവേഷനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂടാണ്ട് എനിക്കകത്തൊരു ചെറിയ വേഷം അഭിനയിക്കാൻ പറ്റി. നായികയുടെ വളരെ റിസ്കി ആയിട്ട് ഒരു വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു വേഷം വന്നത്. പക്ഷേ എന്റെ ഭാഗത്ത് ഞാൻ കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു മാഡം.
ഹായ് നമസ്കാരം. അപ്പോൾ ഞാൻ അൽജോസ് പെരേരയാണ്. അപ്പോൾ റാക്കറ്റില് ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. കാരണം ഫീൽ ഗുഡ് മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാരണം മുരളീധരൻ സാർ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആശ ചേച്ചിക്ക് നല്ല രീതിയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ തോമസ് ചേച്ചിക്ക് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണേണ്ട സിനിമയെ പറ്റി നമ്മുടെ കൊച്ചുപിള്ളേർക്ക് അഭിനയിച്ചായിരുന്നു. അദ്വൈത് നല്ല പെർഫോമൻസ്. അസ്നയൊക്കെ നല്ല രീതിക്ക് അനുഗ്രഹം നല്ല രീതിക്ക് അഭിനയിച്ചു. തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഫാമിലി ഫീൽ ഗുഡ് മിസ്സിംഗ് കേസ് മുമ്പായിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ എല്ലാവരും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് റാക്കറ്റ്. ചിലപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. റാക്കറ്റ് എങ്ങനെയുണ്ട് ഷോർട്ട് ഫിലിം? സൂപ്പറായിരുന്നു. അതിന്റെ സോങ്ങൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി അവരുടെ അവയവങ്ങൾ പറഞ്ഞു അവരുടെ അവയവങ്ങൾ എടുത്ത് വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ പോലീസുകാർ നല്ല രീതിയിൽ അത് നമ്മുടെ ഈ ഫിലിമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഭാഗമായി പോലീസായിട്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റാക്കറ്റ് എന്ന ഷോർട്ട് ഫിലിമിൽ ഒരു വേഷം ചെയ്യാനും ഇതിലത്തെ ഗാനത്തിന് ട്യൂൺ നൽകാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു എളിയൊരു നാടുമായിട്ട് കലാകാരി എന്ന നിലയിൽ എന്നെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മുരളീധരൻ സാറ് ശ്രമിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. അടുത്ത ഒരാൾ പറഞ്ഞു. ഷോർട്ട് ഫിലിമിൽ റാക്കറ്റ് എങ്ങനെയുണ്ട് ഷോർട്ട് ഫിലിം? വളരെ നല്ലതായിരുന്നു. അതിനകത്ത് ഒരു വേഷം കിട്ടി അഭിനയിച്ചില് മുരളി സാറിന് വലിയൊരു സന്തോഷം. ഓക്കെ, താങ്ക് യു. പറഞ്ഞോ, റാക്കറ്റ് എങ്ങനെയുണ്ട്? റാക്കറ്റ് വളരെ നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പൊ യൂട്യൂബിൽ കാണാമെന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകരോട് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്കളുടെ ആദ്യത്തെ അഭിനയമാണോ? അല്ല, എന്റെ ഒരു 6ാമത്തെ ഷോർട്ട് ഫിലിമാണിത്. താങ്കൾ നായികയായിട്ട് അതിൽ അഭിനയിച്ചത്? ഭാര്യയായിട്ട്? ഹസ്ന എന്ന് പറഞ്ഞിട്ടൊരു ഹസ്ന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നല്ല കലാകാരന്മാര് ഉണ്ട്. സാറിന് എന്താ പറയാ, കഥാപാത്രത്തെ പറ്റി എന്താ പറയാനുള്ളത്? കഥാപാത്രം എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അധികം ഡയലോഗ്സ് ഒന്നും കണ്ടില്ലല്ലോ. പെട്ടെന്ന് ഡയലോഗ്സ് അധികം കണ്ടില്ലല്ലോ. ചെറിയ അത് ആ കഥാപാത്രത്തിന് അത്ര മതി ഇതില്, അതുകൊണ്ടാണ്. അപ്പം നമ്മള് അതിലേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീക്വൻസിൽ അധികം ഡയലോഗ്സ് വന്നില്ല. വീട്ടിൽ വിളിക്കുന്ന സീക്വൻസ് പാടാന്നൊക്കെ വിളിക്കാറുണ്ട്. അതിപ്പോ നമ്മളല്ല ഡബ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഞാനല്ല ഡബ് ചെയ്തത്. അപ്പൊ പിന്നെ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഏതായാലും നന്ദി, നമസ്കാരം. എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും റാക്കറ്റ് എങ്ങനെയുണ്ട്? റാക്കറ്റ് സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയ വേഷം നന്നായിട്ട് ഞാൻ ചെയ്തു. പിന്നെ ഇതില് ഒരു വേഷം കിട്ടാനും നമ്മളെ ഡയറക്ടറിൽ ഇതിലേക്ക് എത്തിയത് ഡയറക്ടർ സാറ് മുരളീധരൻ സാറ് താങ്കളെ വിളിക്കാൻ കാരണം? ഡയറക്ടർ സാർ വിളിക്കാൻ കാരണം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ സാറിന്റെ ഗ്രൂപ്പില് പിന്നെ ഒരു ടീമായി ചേർത്തതാണ്. വേറൊരു ടീമിനെ ഈ ഗ്രൂപ്പിൽ ചേർത്ത്. അപ്പൊ അഭിനയം എങ്ങനെയുണ്ട് താങ്കളുടെ കണ്ടിട്ട്? രണ്ട് കുഴപ്പമില്ല, സൂപ്പറായിട്ട്. ഓവറോൾ എല്ലാം നല്ലതാണോ? ഓക്കെ, താങ്ക് കിട്ടിയ വേഷം നമ്മള്. ഓക്കെ, താങ്ക് യു. സബ് ഇൻസ്പെക്ടർ ജസി പറയൂ. ഞാൻ ജസീസ് കോഴിക്കോടാണ്. എനിക്ക് ഷോർട്ട് ഫിലിമിൽ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ എത്തുന്നത്. റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടത്തില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സ്ഥാനം തന്ന, അതായത് ഈ ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന പ്രിയപ്പെട്ട മുരളി സാറിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എ ലോട്ട് ഓഫ് താങ്ക്സ് ഫോർ മുരളി സാർ. താങ്ക് യു. ഹായ് ചേട്ടാ, റാക്കറ്റ് എങ്ങനെയുണ്ട്? ഇതാരാണ് ചേച്ചി? അച്ഛാ, മകന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അപ്പൊ റാക്കറ്റ് പൊളിച്ചെടുക്കുവോ യൂട്യൂബ്? ആണല്ലേ? ആന്ന് മാത്രം പറഞ്ഞല്ലോ, ഒരു റിവ്യൂ പറ, എന്തേലും പറ, അഭിപ്രായം പറ. അഭിപ്രായം പറയൂ, എന്തേലും 2 വാക്ക് സംസാരിക്കും. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ മുരളീധരൻ സാർ ചെയ്തു? ആണല്ലേ? നമുക്ക് എന്താ പറയാനുള്ളത്? ഇതിന്റെ പാട്ടും ഇതിന്റെ BGM ഒക്കെ നല്ലായിരുന്നു. അപ്പൊ താങ്കൾക്ക് എന്താ പറയാനുള്ളത് അഭിനയിച്ചപ്പോൾ? 5 കഴിഞ്ഞു, 5 ഷോർട്ട് ഫിലിം കഴിഞ്ഞു, 2 സിനിമ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ റിലീസിന് വന്നതാണ്. അങ്ങനെ
പെർഫോമൻസ് കണ്ടിട്ട് താങ്കൾക്ക് അത്ഭുതപ്പെട്ടോ പ്രിവ്യൂ കണ്ടപ്പോ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ടല്ല, നന്നായി പോകുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു. റാക്കറ്റ് ഷോർട്ട് ഫിലിമിൽ ഷിവയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? മകന്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വിളിച്ച ചേട്ടന് ഒത്തിരി താങ്ക്സ്. ഇതിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന പ്രേം ചേട്ടനാണ്. അപ്പൊ പ്രേം ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ ഡയറക്ടർ മുരളീധരൻ സാറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? അഭിനയം നന്നായിട്ടുണ്ട്. അലിൻ ജോസ് പെരേര എങ്ങനെയുണ്ട് ഇതിനകത്ത് ഒരു പാട്ട് സീക്വൻസ്? അപ്പൊ എങ്ങനെയുണ്ട് മോനെ റാക്കറ്റ്? അപ്പൊ നമുക്ക് എന്താ പറയാനുള്ള അവസാനമായിട്ട്? നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. റാക്കറ്റ് എങ്ങനെയുണ്ട് ചേച്ചി? നല്ല സിനിമയാണ്, അത് മാത്രം പറയുള്ളൂ, നല്ലതാണ്. കുറച്ച് സെന്റൻസ് പറ. ഞാനില്ലേ ഇതില് എന്റെ കൊച്ചുമകളെ കൊണ്ടുവന്നത് ആ എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം തന്നു. ചേച്ചി ഒന്ന് നോട്ടറി ഇടാൻ പോലെ നിൽക്കാമോ എന്ന് ചോദിച്ചു. നമ്മുടെ കെ മുരളീധരൻ സാറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? നല്ല സോങ്. പിന്നെ വില്ലത്തി എങ്ങനെയുണ്ട്? വില്ലത്തിയായിട്ട് അഭിനയിച്ചൊരു വില്ലത്തിയുടെ പേരെന്ന് പറയാമോ? പേര് ആശ. ആശ. ആശ എങ്ങനെയുണ്ട്? ആശ സൂപ്പർ. ഓക്കെ, എല്ലാവരുടെ അഭിനയവും നല്ല സൂപ്പർ. ഒന്നൊരു റാക്കറ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയല്ലേ? അതിന്റെ കഥയെ പറ്റി എന്താ പറയാനുള്ളത്? കഥയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്ത് നടക്കുന്ന ഒരു പിള്ളേരുടെ മിസ്സിങ് തട്ടിക്കൊണ്ട് പോകില്ല. അതില് പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി അവയം എടുത്ത് പിള്ളേരെ അങ്ങനെ നമ്മൾ ഇതിൽ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പുതുമുഖങ്ങളാണോ? ആരെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അതിന്റെ വാസ്തവിയായ പിന്നെ അദ്വൈത്. ആ, അപ്പൊ അദ്വൈതിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടാവും? അദ്വൈതിന് ജാടയുണ്ടാ? ഇല്ല, അവരൊക്കെ നല്ല സൂപ്പർ അല്ലേ? അപ്പൊ മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ചവന് ജാടയില്ലെന്നാ പറയുന്നത് ചേച്ചി? ഒരിക്കലും ജാടയില്ല. ആണല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ.